ആ വേഷം കാണിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനൊരു അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? പറയണു. ഇനി അടുത്ത പ്രാവശ്യം ഒരു പോലീസുകാരൻ വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. രണ്ടല്ലേ, അത് ലോ ആൻഡ് ഓർഡർ അല്ലേ? ഫൈൻ. ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കണം, അവർക്ക് ഈ വേഷവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ. ഒരു ഡോക്ടറിനോട് ഈ ഓവർകോട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. എല്ലാത്തിനും വേഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈ? കാരണം നമ്മൾ ഈ ബോഡിയിൽ ജീവിക്കുന്നത് കൊണ്ട് വി ഹാവ് സെൻസസ്. നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനൊരു വേഷം ആവശ്യമാണ്. ഒരു വേഷം അതിൻ്റെ ഭാഗം കൂടിയാണ്. ഈ വേഷം ഇട്ടത് കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ബോധം വെക്കും, വി ആർ സെപ്പറേറ്റഡ്. അടിച്ച അണ്ണാക്കിൽ അല്ല അന്നനാളത്തിൽ തന്നെയുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ യൂണിഫോത്തിനും ഓരോ സവിശേഷതയുണ്ട്. അത് പള്ളിയിലച്ചന്മാരായിക്കോട്ടെ, പോലീസായിക്കോട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, സാധാരണ ചുമട്ടുതൊഴിലാളികളായിക്കോട്ടെ, സ്കൂൾ വിദ്യാർത്ഥികളായിക്കോട്ടെ, പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ഇപ്പോൾ യൂണിഫോം അലോഡാണ്. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ഒരു പവർ തന്നെയാണ്. ഏത് യൂണിഫോം ഇട്ടാലും അതിൻ്റേതായിട്ടൊരു വാല്യൂ ഉണ്ട്. അതൊരു മോശം കാര്യമൊന്നുമില്ല, പ്രയോജനമൊന്നും അതുകൊണ്ട് മെച്ചമൊന്നും ഇല്ലെങ്കിലും അതൊരു പവർ തന്നെയാണ്. അതിനൊരു വാല്യൂ ഉണ്ട്. ഒന്നും അറിയില്ല, ചുമ്മാ കിടന്ന് ഈ അച്ഛൻ ഇവർക്ക് ഓവർകോട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഒരു പള്ളിയിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലോഹയൊക്കെ ഇട്ടിരുന്ന അതിനോടൊരു റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനമുണ്ട്. അതെപ്പോഴും ഒരു രീതിയാണ്. അല്ലാതെ ഇപ്പോൾ ആ അച്ഛൻ പറഞ്ഞുള്ള മറുപടിയാണ് അവതാരോട് എനിക്കും പറയാനുള്ളത്. ഒരു പോലീസുകാരൻ വരുമ്പോൾ ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ വക്കീൽ വരുമ്പോൾ ചോദിച്ചു നോക്കണം, നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടോ. അത് തന്നെ എനിക്ക് ഇതിനോടുള്ള മറുപടി പറയാനുള്ളൂ.